ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചീരത്തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറയാൻ വേറൊന്നുമല്ല, കാരണം ഇത് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ചീര ആയതുകൊണ്ട് മാത്രമാണ്. ഇനി തോരൻ മാത്രമല്ല, കുറച്ച് പച്ചക്കറി വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒരുവിധം എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ കാണുന്ന കോമൺ പച്ചക്കറി ചെടികൾ തന്നെയാണ് ഇവിടെയുള്ളത്. അതിൽ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നത് പച്ചമുളകുണ്ട്, വഴുതന, തക്കാളി ഇവയൊക്കെയാണ്. പിന്നെ കുട്ടികളുടെ വീടായതുകൊണ്ട് തന്നെ കുറച്ച് ബ്രഹ്മിച്ചെടിയുണ്ട്, തുളസിച്ചെടിയുണ്ട്, അതുപോലെ കനിക്കൂർക്കയുടെ ചെടിയുണ്ട്. അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാലഡ് കുക്കുംബറിൻ്റെ ചെടിയാണ്. ഇതിലിപ്പോൾ കായ നമുക്ക് പറിക്കാനുള്ളതായിട്ടൊന്നുമില്ല, ഒക്കെ ചെറിയ കായകളാണ്. ഇതുപോലെ എല്ലാം ചെറിയ കായകളായിട്ട് നിൽക്കുകയാണ്. ഞാൻ തക്കാളി എങ്ങനെ സാധാരണ മുളപ്പിക്കാറ് എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു മൂത്ത് പഴുത്തൊരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതുപോലെ നമ്മൾ ചെടികളെല്ലാം മുളച്ച് വരും. ഈ തൈകളെല്ലാം ഒന്നുകൂടി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം. ഈ ചെടികളെല്ലാം അങ്ങനെ ചെയ്തതാണ്. ഒരുപാട് കായ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നെല്ലാം. ഇതിപ്പോൾ മഴയായത് കാരണമാണ് നമ്മളെ ചെടികളെല്ലാം ഇങ്ങനെ താഴോട്ട് ചാഞ്ഞ് കിടക്കുന്നത്. എന്നാലും ഒരുപാട് കായ നമുക്ക് അതിൽ നിന്ന് പറിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ കായകളുള്ളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ സ്ക്വാഷ്, ജാം ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ കാരണം കായകളൊന്നും പഴുക്കാതെ താഴെ വീണ് പോവാണ്. ഇതാണ് നമ്മളെ പച്ചക്കറി തോട്ടം. ഞാൻ ഇതിൽ നിന്നും ആയ കുറച്ച് പച്ചക്കറികൾ പറിക്കാൻ പോവുകയാണ്. കുറച്ച് തക്കാളി, വഴുതന, പച്ചമുളക്, ചീര ഇത്രയും നമുക്ക് പറിക്കാനായിട്ട് തോട്ടത്തിലുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു കയ്പവള്ളി കയറിയിട്ടുണ്ട്. ഇതും കായ്ച്ചു തുടങ്ങിയിട്ടില്ല. നമ്മളിവിടെ മതിലിൻ്റെ സൈഡിൽ കുറച്ച് ചീരക്കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇല പൊട്ടിക്കാനായിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ചീര വെച്ചിട്ടാണ് തോരൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിവിടെ വലിയൊരു കറിവേപ്പ് മരമുണ്ട്. ഇങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. ഇനി ഞാനിവിടെ എടുത്ത എല്ലാം ഒന്ന് കഴുകി വെക്കാൻ പോവാണ്. ശേഷം നമുക്ക് ചീരത്തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറിച്ചെടുത്ത പച്ചമുളക് ഒരു 4 കീറി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത് 1 കപ്പ്. പിന്നെ നമ്മളെടുത്ത ചീര 2 പ്രാവശ്യം നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് പൊടിയായി അരിഞ്ഞെടുത്തതാണ്. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് ഇളക്കുകയാണ്. നമ്മൾ ഓയിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മളിതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിവിടെ ഉള്ളി നന്നായി കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ജസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരും. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ തോരനിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ചീര ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും.
ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ നേർ പകുതി ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇതാ ചീരയിലെ വെള്ളം എല്ലാം വറ്റി ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കാൻ പോവുകയാണ്. ഞാൻ സാധാരണ ഇലകൾ കൊണ്ടുള്ള കറികളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലകളെല്ലാം വെന്ത് വരുന്ന സമയത്ത് നന്നായി വാടിപ്പോവും. അപ്പോൾ നമ്മൾ തേങ്ങ അതിനനുസരിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സ്പെഷ്യൽ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. കുറിച്ച് നമുക്ക് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ധാരാളമായിട്ട് വിറ്റാമിൻസ്, അയൺ, അമിനോ ആസിഡ്സ് ഇതെല്ലാം ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.